സൂര്യകരണത്തിലേക്ക് സ്നേഹവന്ദനം. ക്രിസ്മസിന് ഇനി ഒരാഴ്ച കൂടിയേ ഉള്ളൂ. ഗൗരവമായിട്ട് ധ്യാനപൂർവ്വമൊക്കെ ആയിട്ടാണ് നമ്മൾ ഇത്തവണയും ക്രിസ്മസിനെ എതിരേൽക്കുന്നതെന്ന് എനിക്കറിയാം. ക്രിസ്മസ് കാർഡുകളുടെയൊക്കെ ശീലം തീരെ ഇല്ലാതെയായി വരിക, ഗ്രൂപ്പ് മെസ്സേജിൻ്റെ ഒക്കെ കാലം. എന്നിട്ടും വല്ലപ്പോഴും ഒരു ക്രിസ്മസ് കാർഡൊക്കെ ഇങ്ങനെ തപാലിൽ കിട്ടുമ്പോൾ അതിനിങ്ങനെ വളരെ നൊസ്റ്റാൾജിക്കായിട്ടുള്ളൊരു താല്പര്യവും സന്തോഷമൊക്കെ വരുന്നുണ്ട്. ഇത്തവണ അങ്ങനെ കിട്ടിയൊരു കാർഡിന് പുറത്ത് ഇങ്ങനെയാണ് ശീർഷകം ചെയ്തിരിക്കുന്നത്: ക്രിസ്മസ് എ ടൈം ടു റീഡിസ്കവർ ക്രൈസ്റ്റ്. ക്രിസ്മസ് ഇങ്ങനെ ക്രിസ്തുവിനെ വീണ്ടും കണ്ടെത്താനുള്ള ഒരു കാലമാണ്, നേരോ. എല്ലാത്തിനകത്തും ഒരു വീണ്ടും കണ്ടെത്തൽ, റീഡിസ്കവർ എന്ന് പറയുന്ന കാര്യം അതിനെ ആഴവും അഴകുമുള്ള അനുഭവമാക്കി മാറ്റുന്നു. എല്ലായിടത്തും അതിനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ എല്ലായിടത്തും സംഭവിക്കേണ്ടതുണ്ട്. വളരെ പ്രശസ്തമായ ജവഹർലാൽ നെഹ്റുവിൻ്റെ പുസ്തകത്തിൻ്റെ പേരതാണല്ലോ ഡിസ്കവറി ഓഫ് ഇന്ത്യ, ഇന്ത്യയെ കണ്ടെത്തൽ. ഞാൻ വിചാരിക്കുന്നില്ല അതിങ്ങനെ വിദേശികൾക്ക് വേണ്ടി അദ്ദേഹം എഴുതിയിട്ടുള്ള പുസ്തകമാണെന്ന്. അത് ഭാരതീയർക്ക് വേണ്ടി എഴുതിയിട്ടുള്ള പുസ്തകം. നമുക്ക് ചുറ്റുമുള്ള സംസ്കാരം, നമുക്ക് ചുറ്റുമുള്ള ജനത, നമ്മൾ വസിക്കുന്ന മണ്ണ്, ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമുക്കെന്ത് ധാരണയുണ്ട്, നമ്മളെന്ത് കണ്ടെത്തുന്നുണ്ടെന്നൊക്കെയുള്ള വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മളിങ്ങനെ പൊതുവെ പറയുന്ന ഒരു കാര്യമുണ്ട് ഫിലോസഫിയിലൊക്കെ, എല്ലാത്തിനും ഒരു ഗിവൺ മീനിങ്ങും ഉണ്ട്, ഒരു അക്യൂർഡ് മീനിങ്ങും ഉണ്ട്. ഗിവൺ മീനിങ് എന്ന് പറയുന്നത് അത് അതിൽ തന്നെയുള്ള ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. ക്രിസ്മസ് അതിൽ തന്നെ ക്രിസ്തുവിൻ്റെ പിറവി എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ അതിൽ തന്നെ ഇങ്ങനെ അപ്ലൈ ഇടാം. പക്ഷെ അത് കൊണ്ട് ഈ ക്രിസ്മസ് എന്നെ സഹായിക്കാൻ പോകുന്നില്ല. ഇതിനകത്ത് എൻ്റേതായിട്ട് ഞാൻ കണ്ടെത്തേണ്ട ഒരു അറിവുണ്ട്, അക്യൂർഡ് മീനിങ്. ഏതിനകത്തും അങ്ങനെ തന്നെ, ദാമ്പത്യത്തിനായാലും പാരൻറ്റിങ്ങിലായാലും ടീച്ചിങ്ങിലായാലും തൊഴിൽ മേഖലയൊക്കെ ആയാലും ഒരാൾ കണ്ടെത്തുന്ന ചില അർത്ഥങ്ങളാണ് വാസ്തവത്തിൽ അതിനിങ്ങനെ മനോഹരമായ അനുഭവം, അഴകുള്ള ലാവണ്യമുള്ള അനുഭവമൊക്കെ ആയിട്ട് മാറ്റുന്നു. ഒപ്പം ആഴമുള്ള അനുഭവമാക്കി മാറ്റുകയും ചെയ്യുക. എല്ലാത്തിനകത്തും ഒന്നുകൂടി കണ്ടെത്താനൊക്കെ ആയിട്ട് ഈ കാലം നമ്മളെ സഹായിക്കുകയും ഓർമ്മിപ്പിക്കുകയൊക്കെ ചെയ്താൽ നല്ലതാണ്. എന്തിനകത്തുമുണ്ട്. നമ്മളൊരു പക്ഷേ നമ്മുടെ ഈ ആചാരങ്ങളിലും കൂതാശകളിലും ഒക്കെ ഒരു വീണ്ടും കണ്ടെത്തൽ നല്ലതല്ലേ. ചങ്ങാതിയുടെ കുഞ്ഞിൻ്റെ ജ്ഞാനസ്നാനമായിരുന്നു. നമുക്ക് പരിചയമില്ലാത്തൊരു രീതിയിലാണ് മറ്റൊരു സഹോദര സമൂഹത്തിൽ നിന്നാണ്. അപ്പോൾ അവിടെ ജ്ഞാനസ്നാനത്തിൻ്റെ ചടങ്ങുകൾ ഇത്തിരി മുമ്പ് കണ്ടിട്ടില്ലാത്ത കാര്യങ്ങളാണ്. അതിങ്ങനെയാണ് കുഞ്ഞിനെ മുക്കിയെടുക്കുന്നത്, വേണ്ടിയുള്ള വെള്ളം തയ്യാറാക്കുന്നത് ഇങ്ങനെ ചൂടുവെള്ളവും തണുത്ത വെള്ളവും കൂടി ചേർത്തിട്ടാണ്. സ്വാഭാവികമായിട്ട് കുഞ്ഞിന് കംഫർട്ടബിൾ ആകാൻ പറ്റുന്നൊരു ചൂട് കണ്ടെത്താൻ വേണ്ടി ഇത് രണ്ടും കൂടി മിക്സ് ചെയ്യാനൊക്കെ ഒരു അപരിചിതനായൊരു മനുഷ്യന് അനുഭവപ്പെടുകയുള്ളൂ, അല്ലെങ്കിൽ ഈ ശീലങ്ങൾ തീരെ പരിചയമില്ലാത്ത ഒരാൾക്ക് തോന്നുകയുള്ളൂ. എന്നാൽ അതുമായിട്ട് ബന്ധപ്പെട്ട പുരോഹിതൻ വിശ്വാസ സമൂഹത്തോട് അതിൻ്റെ അർത്ഥം പറഞ്ഞു കൊടുക്കുകയാണ്. ചൂട് വെള്ളമെന്ന് പറയുന്നത് ആ ക്രിസ്തുവിൻ്റെ നെഞ്ചിൽ നിന്ന് വന്ന രക്തം, തണുത്ത ജലമെന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ നെഞ്ചിൽ നിന്ന് ഒഴുകിയ നദി, ക്രിസ്തുവിൻ്റെ നെഞ്ചിൽ നിന്ന് വന്ന ആ ജലം, അതിൻ്റെ സൂചനയാണെന്ന് പറയുമ്പോൾ എത്ര പെട്ടെന്ന് ഈ ഒരു ചെറിയ ആചാരം, എത്ര പെട്ടെന്ന് ഈ കൂതാശ മനോഹരമായിട്ട് മാറി. ഒരു കുഞ്ഞിനെ ഇങ്ങനെ ക്രിസ്തുവിൻ്റെ സ്നേഹം പൊതിയുക, അവൻ്റെ രക്തവും ജലവും പൊതിയുക, അതിലിങ്ങനെ ഒരു കുഞ്ഞിനെ മുക്കിയെടുക്കുന്നതിനേക്കാൾ ആഴമുള്ള സേക്രട്ടായ എന്തനുഭവം ഉണ്ടായിരിക്കും. യാത്രകളിലൊക്കെ ഈ ഒരു കണ്ടെത്തലുകൾ നല്ലതാണ്, വിശേഷം തീർത്ഥയാത്രകളിലൊക്കെ. വേളാങ്കണ്ണി ഇങ്ങനെ പലവട്ടം പോയിട്ടുള്ളതാണോ, ഇത്തവണ ഒന്നുകൂടി അവിടെ പോകേണ്ടതായിട്ട് വന്നു. അതിന് ഒരു പർപ്പസ് ഉണ്ടായിരുന്നു, മാധ്യമമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട പർപ്പസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഓരോ ഇടങ്ങളും കുറേ കൂടി കാണാനും പഠിക്കാനും ഒക്കെ സമയം ചിലവഴിച്ചിട്ടുണ്ട്. വേളാങ്കണ്ണി ഒരു വശത്തായിട്ട് ഒരു പേരാലന്തിപ്പുണ്ട്. അതിനകത്ത് നിറയെ ഇങ്ങനെ ചരടുകൾ കൊണ്ട് തോരണം തൂക്കിയും തുണിത്തുണ്ടങ്ങൾ ഇങ്ങനെ ചേർത്ത് കെട്ടിയുമൊക്കെ ഉള്ള ഒരു വിഷം. മറ്റൊരു നാടിൻ്റെ രീതി, ഒരു കൾച്ചറലായ രീതി, സാംസ്കാരികമായ രീതി എന്നൊക്കെ മാത്രമേ നമ്മൾ അതിനെക്കുറിച്ച് ഗണിച്ചിട്ടുള്ളൂ. പക്ഷേ അത് അടുത്ത് ചെന്ന് അതിനെക്കുറിച്ച് പഠിക്കുമ്പോഴും അറിയുമ്പോഴും മനസ്സിലാകുന്നു, ഈ ചെറിയ തുണിത്തണ്ടെന്നൊക്കെ പറയുന്നത് തൊട്ടിലിൻ്റെ സൂചനയാണ്. അങ്ങനെയെങ്കിൽ ഈ വിഷത്തിൽ കിടക്കുന്ന ഈ തുണിത്തുണ്ടങ്ങളെന്നൊക്കെ പറയുന്നത് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള നിലവിളികൾ, അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെ നിലവിളികളാണ്. ഒന്നെങ്കിൽ അതിനെ ഒരു നന്ദിസൂചകമായിട്ടായിരിക്കും, അല്ലെങ്കിൽ അതിൻ്റെ പ്രാർത്ഥനയായിട്ടിട്ടായിരിക്കും. ഇത്ര പെട്ടെന്ന് ഒരു വൃക്ഷം മീനിങ്ഫുള്ളായിട്ട് മാറുന്നുണ്ട്, ആ വൃക്ഷത്തിലെ ചെറിയ തുണിത്തുണ്ടം അർത്ഥപൂർണ്ണമായിട്ട് മാറുന്നുണ്ട്. അപ്പോൾ എന്തിനകത്തും ഈ വീണ്ടും കണ്ടെത്തുക എന്ന് പറയുന്ന ഒരു പ്രക്രിയ ഇതിലൊക്കെ നല്ലൊരു ക്ഷണമായിട്ട് ഈ ക്രിസ്മസിന് എടുത്താൽ നല്ലതാണ്. ബന്ധങ്ങളിലുമൊക്കെ ആ വീണ്ടും കണ്ടെത്തൽ നല്ലതല്ലേ. കാരണം നമ്മൾ തീരെ കണ്ടെത്തുന്നില്ല എന്നുള്ളതൊക്കെയാണ് നമ്മുടെ മീതയിൽ ക്രിസ്തു ഉൾപ്പെടെയുള്ള ഗുരുക്കന്മാർ ഉന്നയിക്കുന്ന ആരോപണം. ക്രിസ്തു തന്നെ മടങ്ങിപ്പോകുമ്പോൾ പറയുന്നൊരു കാര്യമുണ്ടല്ലോ, ഫിലിപ്പോസ് ഇത്രയും കാലം ഞാൻ നിൻ്റെ കൂടെ ഉണ്ടായിരുന്നു, എന്തുകൊണ്ട് എന്നെ മനസ്സിലാക്കിയിട്ടില്ല. അതിനർത്ഥം ഞാൻ ഡിസ്കവേർഡ് ചെയ്തതാ, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടെത്തിയിട്ടില്ല. ഒരു ദാമ്പത്യത്തിൽ അത് പറയാൻ പറ്റും, അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ വളർത്തുമ്പോൾ അത് പറയാൻ പറ്റും, ഒരു തൊഴിലിന് ശേഷം അത് പറയാൻ പറ്റും. ഈ കണ്ടെത്തുക എന്ന് പറഞ്ഞ കാര്യം സംഭവിച്ചിട്ടില്ല. ഒന്ന് നമ്മളിങ്ങനെ കണ്ടെത്താനൊക്കെ ശ്രമിക്കുമ്പോഴേക്കും എത്ര പെട്ടെന്ന് നമ്മുടെ കണ്ണിന് ഈ കണ്ണൊക്കെ നനയുന്നത്, നമ്മുടെ കരം അറിയാതെ ഇങ്ങനെ കുമ്പിപ്പോകുന്നത്. ഒന്ന് രണ്ട്
അനുഭവങ്ങൾ ഓർമ്മിക്കുകയാണ്. ഒന്ന് അടുത്ത കാലത്ത് തന്നെ സംഭവിച്ച ഒരു ചടങ്ങിൽ പങ്കെടുക്കുമ്പോൾ വളരെ നന്നായിട്ട് പാടിയൊരു കൊച്ചുമോളുണ്ടായിരുന്നു. എൻ്റെ സംഘാടകർ പറഞ്ഞു അടുത്ത കാലത്തൊക്കെ ഇങ്ങനെ കുറേ റിയാലിറ്റി ഷോയിലൊക്കെ ഈ പെൺകുട്ടി പ്രത്യക്ഷപ്പെടുന്നുണ്ടെന്ന്. ചടങ്ങിന് ശേഷം അവളെ കൂട്ടിക്കൊണ്ട് പോകാനായിട്ട് അവളുടെ അച്ഛനും അമ്മയും നിൽപ്പുണ്ട്. സ്വാഭാവികമായിട്ട് നമ്മൾ ഈ അച്ഛനും അമ്മയോടും ചോദിക്കുകയാണ്, നിങ്ങൾ ആരാ പാടുന്നത്? ഇത്രയും നല്ലതായിട്ട് കുഞ്ഞിന് പാടണമെങ്കിൽ എന്തെങ്കിലും അതിനകത്തൊരു കൈമാറ്റപ്പെട്ട ഒരു സിദ്ധി ഉണ്ടാവണമല്ലോ. പെട്ടെന്ന് അദ്ദേഹം ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഞങ്ങൾ രണ്ടുപേരും പാടില്ല, തീരെ പാടില്ല. എൻ്റെ അച്ഛൻ, അതായത് ഇവളുടെ മുത്തച്ഛൻ നന്നായിട്ട് പാടുമായിരുന്നു. അദ്ദേഹം ഇങ്ങനെ കായലിൽ നിന്ന് നീറ്റുകൾക്ക് ശേഖരിക്കുന്ന ആ പണിയിൽ ഏർപ്പെട്ടിരുന്ന മനുഷ്യനാണ്. അതൊക്കെ ഇങ്ങനെ മുങ്ങിയെടുക്കുന്നതിനിടയിൽ ഇങ്ങനെ കായലിൽ നിന്ന് വളരെ ഒച്ചത്തിൽ നിങ്ങൾ പാടും. രാത്രി ഇത്തിരി മദ്യപിക്കുന്ന ശീലമൊക്കെ ഉണ്ട്. അത് കുടിച്ച് വരുമ്പോൾ ആ ഗ്രാമത്തിൻ്റെ ഇടവഴികളിൽ ഉറക്കെ പാടിക്കൊണ്ട് വരും. വീട്ടിൽ വരുമ്പോൾ അമ്മ എന്നും ഈ മനുഷ്യന് ചോറ് കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ കലഹിക്കുന്ന ഇത് പറഞ്ഞുകൊണ്ടാണ്, നിങ്ങൾ മദ്യപിക്കുകയോ മദ്യപിക്കാതിരിക്കുകയോ ചെയ്തു കൊള്ളട്ടെ, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഉറക്കെ പാടുന്നത്? അതുവരെ ഈ കാര്യങ്ങൾ വളരെ കുസൃതി എന്ന് പറഞ്ഞാൽ മറ്റുള്ള അദ്ദേഹം പറഞ്ഞു. പെട്ടെന്ന് ഈ മനുഷ്യൻ്റെ നമ്മളോട് പറഞ്ഞുകൊണ്ടിരുന്ന ഈ ചെറുപ്പക്കാരൻ്റെ തൊണ്ട ഇടറുകയാണ്. എന്നിട്ട് അയാൾ സ്വരം താത്തി പറയുകയാണ്, അച്ഛൻ എൻ്റെ മോളുടെ തൊണ്ടയിലൂടെ പാടുന്ന, അച്ഛൻ എൻ്റെ മോളുടെ തൊണ്ടയിലൂടെ പാടുന്ന. അപ്പോൾ തൊട്ട് മുമ്പ് നിങ്ങൾ തീരെ താല്പര്യം കാണിക്കാത്ത, എന്തിൻ്റെ പേരിലാണ് നിങ്ങൾക്ക് അപമാനം വന്നിരുന്ന് നിങ്ങൾ കരുതരുന്ന ഒരു കാര്യം മോളുടെ തൊണ്ടയിൽ ഇന്നത്തെ സംഗീതമായിട്ട് ഒരു ചെറുപ്പക്കാരൻ തിരിച്ചറിയുമ്പോൾ നിശ്ചയമായിട്ട് അത് വീണ്ടും കണ്ടെത്തലല്ലേ. ഞങ്ങൾക്ക് ഒരു സഹോദരൻ ഉണ്ടായിരുന്നു, വളരെയേറെ കവിതയും സംഗീതമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ജീവിച്ചിരുന്നൊരു വ്യക്തിയാണ്. കുറേ അധികം നാടകഗാനങ്ങളൊക്കെ കേരളം മുഴുവൻ അറിയപ്പെടുന്ന നാടകഗാനങ്ങളൊക്കെ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. പോസ്റ്റിൻ കപ്പൂച്ചൻ അതിൻ്റെ പേര്. അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രത്യേക ഘട്ടത്തിനകത്ത് അദ്ദേഹം വളരെ ആബ്സെൻറ്റ് മൈൻഡായിട്ട് മാറിയുന്നതാണ്. അയാളിങ്ങനെ ഇത്തിരി ആബ്സെൻറ്റ് മൈൻഡൊക്കെ ആയി കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് അയാളിങ്ങനെ വലിയൊരു തമാശയുടെ കാരണമൊക്കെ ആയിട്ട് മാറും. ചിലപ്പോൾ അദ്ദേഹം സൈക്കിൾ ചവിട്ടി ആശ്രമത്തിൻ്റെ ഇടനാഴികളിലൂടെ കോഡോറോടെ സൈക്കിൾ ചവിട്ടി വന്നിട്ടുണ്ട്. കുർബാന കഴിഞ്ഞിട്ട് ആ പൂജാ വസ്തുക്കളുമായിട്ട് പൂജാപാത്രങ്ങളുമൊക്കെ ആയിട്ട് ചാലിസൊക്കെ ആയിട്ട് ഈ പറയുന്ന ഭക്ഷണമുറിയിലോട്ട് പോയിട്ടുണ്ട്. ഇതിനേക്കാളൊക്കെ കഠിനം വെച്ചെന്നാൽ തന്നെ കൊതുക് അടിച്ചെന്നുള്ള ധാരണയിൽ ആ കൊതുകിനെ അടിച്ചു കൊല്ലുന്ന അദ്ദേഹം തൻ്റെ ആ കാലിലല്ല മറിച്ച് അടുത്തിരിക്കുന്ന ആൾ കാലിൽ അടിച്ചെന്നൊക്കെ പറയുന്ന ഫലിതങ്ങളൊക്കെ രൂപപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രത്യേക ആബ്സെൻറ്റ് മൈൻഡ് എന്ന് പറയുന്നൊരു സ്വഭാവം അതിൻ്റെ സിദ്ധിയുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണ് എടുത്തത്. പിന്നെ അതിനൊരു തമാശയുടെ പരിവേഷമൊക്കെ കിട്ടി. പക്ഷെ ഒരു ദിവസം ഇദ്ദേഹം കഠിന രോഗത്തിൽ പെട്ടു പോകുമ്പോഴാണ് മനസ്സിലാവുന്നത് ഇങ്ങനെ തലച്ചോറിന് മാരകമായ രോഗം പിടിപെട്ട ഒരാളാണ് അദ്ദേഹം. അപ്പോൾ അതിൻ്റെ അർത്ഥം ഈ പറയുന്ന ഒരു കോർഡിനേഷൻ ഇല്ലാതെ പോകുന്നുണ്ട്. വിചാരിക്കുന്നതും ചെയ്യുന്നതും പറയുന്ന കാര്യങ്ങൾ തമ്മിൽ ബന്ധമില്ലാതെ പോകുന്നുണ്ട്. പെട്ടെന്ന് ആ ഫലിതം എന്തിനെക്കുറിച്ചാണ് നമ്മൾ ഫലിതം പറഞ്ഞിരുന്ന ആ കാര്യങ്ങൾ പെട്ടെന്നൊരു ചെറിയ ആശ്രമ സമൂഹത്തെ ഇങ്ങനെ ഭാരത്തിലാഴ്ത്തുകയാണ്. അപ്പോൾ ചില കണ്ടെത്തലുകൾക്ക് ശേഷം ഒന്നെങ്കിൽ നിങ്ങൾക്ക് അത്ഭുതം വരുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആദരവുണ്ടാകുന്നു, ചിലപ്പോൾ നിങ്ങളുടെ കണ്ണ് നനയുന്നു. എന്തുമാവട്ടെ, എല്ലാത്തിലും ഈ കണ്ടെത്തലുകൾ സംഭവിക്കുമ്പോഴാണ് ജീവിതം അതിൻ്റെ ചാരുതയെ വീണ്ടെടുക്കുന്നത്. ക്രിസ്മസ് ക്രിസ്തുവുമായി ബന്ധപ്പെട്ടൊരു കണ്ടെത്തൽ. നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് വിട്ടിട്ട് പതുക്കെ ക്രിസ്തുവിനെ പ്രണമിച്ചും നമസ്കരിച്ചുമൊക്കെ ഈ കാര്യങ്ങൾ അവസാനിപ്പിക്കേണ്ടതുണ്ട്. ക്രിസ്തുവുമായി ബന്ധപ്പെട്ട ചില കണ്ടെത്തലുകൾക്ക് വേണ്ടി ഈ ദിവസങ്ങൾ ഉപയോഗിക്കുന്നതല്ല അല്ലേ. പാതിരാ കുർബാനയൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും ഇങ്ങനെ പിരിഞ്ഞു പോകുമ്പോൾ ഒരാൾക്ക് ചെയ്യാവുന്ന ഏറ്റവും നല്ല കാര്യം ഇത്തിരി പോകുന്ന കുഞ്ഞിനെ നോക്കിക്കൊണ്ട് വെറുതെ തന്നോട് തന്നെ ചോദ്യം ചോദിക്കണം, ഈ കുഞ്ഞെനിക്ക് ആരാ, അല്ലെങ്കിൽ ഞാൻ ആരാണ് ഇയാൾക്ക്. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് പെട്ടെന്ന് ഇങ്ങനെ ജീവിതത്തിൻ്റെ ആന്തരിക ജീവിതത്തിൻ്റെയൊക്കെ ദിശയെ വളരെ ഷാർപ്പൺ ചെയ്തെടുക്കും. വ്യക്തിബന്ധങ്ങളിലൊക്കെ ഇത് വളരെ പ്രസക്തമായ ചോദ്യമാണ്. ഞാൻ നിനക്കാരാ? എല്ലാവരും നിശബ്ദമായിട്ട് നമ്മളോട് ചോദിക്കുന്നുണ്ട്. നമ്മൾ ഉറ്റവരൊക്കെ നമ്മൾ ചോദിക്കുന്നുണ്ട്. ചിലപ്പോൾ ഈ കുഞ്ഞുങ്ങൾ പോലും ചിലപ്പോൾ ഇങ്ങനെ കലയിക്കുമ്പോൾ അച്ഛനോടൊക്കെ ചോദിക്കും, അച്ഛൻ ഞാൻ നിങ്ങൾക്ക് ആരാ? അതിങ്ങനെ വളരെ ഇങ്ങനെ ഭാരപ്പെടുത്തുന്നതും ഒപ്പം പ്രകാശിതരുന്നതുമായ ചോദ്യമാണ്. ഒന്ന് രണ്ട് കഥകളൊക്കെ ഇങ്ങനെ ഓർമ്മിക്കുകയാണ്. വളരെ പ്രശസ്തമായൊരു നോവൽ തുടങ്ങുന്നത് അങ്ങനെയാണ്. ഇങ്ങനെ ചുടുകാട്ടിൽ ഒരു കോണിൽ ഒരു മൺകൂരൻ്റെ അടുക്കൽ ചെന്നിട്ട് ഇങ്ങനെ പൂക്കളൊക്കെ രാവിലെ പ്രാർത്ഥിച്ചിട്ടതിന് ശേഷം പുറത്തേക്ക് വരുന്ന ഒരു പെൺകുട്ടിയോട് ഉള്ള വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്ന ഓട്ടോക്കാരൻ മോൻ ചോദിക്കുന്നുണ്ട്, ചേച്ചി അത് നിങ്ങളുടെ ആരാ അവിടെ? പെട്ടെന്ന് ആ ഒരൊറ്റ ചോദ്യത്തിനകത്ത് നിന്നുകൊണ്ട് അവൾ അയാളുമായി ബന്ധപ്പെട്ട മുഴുവൻ ഓർമ്മകളിലൂടെയും ഇങ്ങനെ ഒരു സെക്കൻഡ് കൊണ്ട് കടന്നു പോവുകയാണ്. അതിനൊടുവിലായിട്ട് ഒരു നെടുവീർപ്പുണ്ട് അവളോട് തന്നെ പറയുന്നുണ്ട്, അതായിരുന്നു അതിൻ്റെ ഹൃദയത്തിൻ്റെ ഉടമയാണ്. അഗാധമായ സ്നേഹബന്ധത്തിൽ നിൽക്കുന്ന രണ്ടു പേർക്കിടയിൽ ഒരാൾ ഈ ചോദ്യം ചോദിക്കുമ്പോൾ ഒരാൾ മറ്റൊരാൾ പറയുന്ന ഉത്തരം ഇതാണ്, നീ എൻ്റെ തന്നെ ഒരു ചീന്ത. അതൊക്കെ ഇങ്ങനെ ഈ ജീവിതത്തിൻ്റെ ആ സ്നേഹാനുഭവങ്ങളെപ്പോലും അഴകുള്ളതാക്കി മാറ്റുന്നു. അങ്ങനെയെങ്കിൽ ബൈബിളിൽ ക്രിസ്തു ഇങ്ങനൊരു ചോദ്യം ചോദിച്ചൊരു ഭാഗം ഒന്ന് വെറുതെ ഓർമ്മയിൽ കൊണ്ടുവന്നിട്ട് ക്രിസ്മസ് ഒരുക്കത്തിനായിട്ടുള്ള ഈ ഇത്തരം വ്യഞ്ജനങ്ങൾ നമുക്കൊന്ന് ക്രോഡീകരിച്ചെടുക്കാവുന്നേ ഉള്ളൂ. അതിങ്ങനെയാണ്, ക്രിസ്തു ഇങ്ങനെ കേസറിയ ഫിലിപ്പിൽ വെച്ച് ശിഷ്യന്മാരോട് ചോദിക്കുന്നൊരു ചോദ്യം, ഞാൻ ആരാണെന്നാണ് മറ്റുള്ളവർ പറയുക. ആദ്യം കുറച്ചിങ്ങനെ അറിവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അത് വളരെ ഡയറക്റ്റായിട്ടൊരു കാര്യമല്ല, മറിച്ച്
പൊതുവേ ഉള്ള നിങ്ങളുടെ ഇൻഫർമേഷൻ്റെ ഭാഗമോ? നിർഭാഗ്യവശാൽ ഈ പ്രതലത്തിലാണ് ഇപ്പോൾ നമ്മളെല്ലാവരും നിൽക്കുന്നത്. മറ്റുള്ളവരെന്ത് പറയുന്നു എന്നതുമായിട്ട് ബന്ധപ്പെട്ടാണ് മിക്കവാറും നമ്മുടെ അറിവും നമ്മുടെ ആന്തരിക ജീവിതമൊക്കെ ഇപ്പോൾ നമ്മൾ ബന്ധപ്പെടുത്തി ജീവിക്കുന്നത്. മറ്റുള്ളവർ പലതും പറയുന്നുണ്ടാകും. ഓരോ കാലങ്ങളിലും ക്രിസ്തുവിനെക്കുറിച്ച് ഓരോ കാലഘട്ടവും ഓരോ ജനതയും എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. ക്യൂബൻ വിപ്ലവത്തിൻ്റെയൊക്കെ കാലത്ത് ടീഷർട്ടുകളിൽ തോക്കുമേന്തി നിൽക്കുന്ന ക്രിസ്തുവിൻ്റെ ചിത്രം ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ ഫ്രാൻസും ഇംഗ്ലണ്ടും തമ്മിൽ യുദ്ധത്തിലായിരിക്കുമ്പോൾ ഇറ്റലി ഫ്രാൻസിനെ പിന്തുണച്ചതിൻ്റെ പേരിൽ പട്ടാളക്കാർ പാടിയിരുന്ന പാട്ടിങ്ങനെയാണ്: മാർപ്പാപ്പ ഫ്രഞ്ചുകാരനായിരിക്കാം, പക്ഷേ ക്രിസ്തു ഇംഗ്ലീഷുകാരനാണ്. അപ്പോൾ ഇങ്ങനെ ഓരോ കാലത്തിനകത്തും ഇങ്ങനെ ഒത്തിരി ധാരണകൾ മനുഷ്യർ കാലം ക്രിസ്തുവുമായിട്ട് ബന്ധപ്പെടുത്തി ഉണ്ടാക്കുന്നുണ്ട്. അതിനകത്തൊക്കെ ശരിയോ ശരികേടൊക്കെ ഉണ്ടായിരിക്കട്ടെ. ക്രിസ്തു പെട്ടെന്ന് ഈ ചോദ്യത്തിൽ ഇങ്ങനെയാണ് ചോദിക്കുന്നത്: ഞാൻ ആരാണെന്നാണ് ലോകം പറയുന്നത്. ജനങ്ങൾ എന്നെക്കുറിച്ച് എന്ത് പറയുന്ന ചോദ്യത്തിന് ആദ്യം കിട്ടുന്ന ഉത്തരങ്ങൾ കുറച്ച് സത്യങ്ങളൊക്കെ ഉണ്ട്. എന്തൊക്കെയാണത്? ചിലർ പറയുന്നു നീ യോഹന്നാനാണെന്ന്, വേറെ ചിലർ പറയുന്നു നീ ഏലിയാണെന്ന്, മറ്റുള്ള പറയുന്നു നീ ജെറമിയാണെന്ന്, പ്രവാചകന്മാരൊരാളെന്ന് വേറെ ചിലരും. ഒക്കെ ഇതിരി ശരികളാണ്, അല്ലെങ്കിൽ ശരികളുടെ ഫ്രാഗ്മെൻറ്റ്സ് നിശ്ചയമായിട്ട് ഈ ഉത്തരങ്ങളിലുണ്ട്. കാരണം ഈ പറഞ്ഞതൊക്കെ ക്രിസ്തുവിൻ്റെ വ്യക്തിത്വത്തിൻ്റെ തന്നെ ഘടകങ്ങളാണ്. യോഹന്നാൻ എന്ന് പറയുന്നത് നിശ്ചയമായിട്ട് എന്തിൻ്റേതാണ്? അതിങ്ങനെ സത്യത്തിൻ്റെ പ്രതീകമാണ്. സത്യത്തിന് വേണ്ടി രക്തസാക്ഷിയായ മനുഷ്യൻ്റെ പേരാണല്ലോ യോഹന്നാൻ എന്ന് പറയുന്നത്. സത്യം കൊണ്ട് ഭൂമിയെ മോചിപ്പിക്കാൻ വേണ്ടി വന്ന് സത്യം നിങ്ങൾ സ്വതന്ത്രരാക്കുമെന്ന് പറഞ്ഞ് ആ ഭൂമിയെ പഠിപ്പിച്ചു തുടങ്ങിയ ഒരാളിൽ നിശ്ചയമായിട്ടും ആ യോഹന്നാൻ്റെ അംശം കിടപ്പുണ്ട്. ഏലിയ എന്ന് പറയുന്ന ഈ പ്രവാചകന്മാരിൽ ഏറ്റവും ഉന്നതശിഷ്ടനായ മനുഷ്യനാണ്. നിശ്ചയമായിട്ടും അയാൾ നീതിബോധത്തിൻ്റെയൊക്കെ അടയാളമാണ്. ശക്തമായ നീതിബോധം പുലർത്തിയിരുന്ന, നീതിബോധത്തിലേക്ക് മനുഷ്യർ നയിച്ചിരുന്ന ഒരാളുടെ പേരാണ് നസ്രത്തിൽ യേശു. അവസാന കാലങ്ങളിലൊക്കെ എന്തുകൊണ്ടാണ് ദൈവസന്നിധിയിൽ ചില മനുഷ്യർ തിരസ്കൃതരാകുന്നതിന് പോലും ക്രിസ്തുവിന് വ്യക്തമായ ഉത്തരമുണ്ട്. അതിങ്ങനെയാണ്: അനീതി പ്രവർത്തിക്കുന്നവരെല്ലാം നകന്നു പോവുക. അപ്പോൾ നീതിബോധത്തിൻ്റെയൊക്കെ ഒരു വളരെ ഗൗരവമായ അംശങ്ങൾ, ആ ഘടകങ്ങൾ നിശ്ചയമായിട്ട് ക്രിസ്തുവിലുണ്ട്. ജെറമിയ നമുക്കറിയാം, ഈ എക്സൈലിൻ്റെ കാലത്ത് അവരുടെ ദേശത്ത് നിന്ന് ഇങ്ങനെ ഓടിപ്പോകേണ്ട ഒരു കാലത്തിൽ പള്ളിക്കകത്തുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ, ആ വളരെ പവിത്രമായ കാര്യങ്ങളൊക്കെ ഒളിപ്പിച്ചു വെച്ചത് ജെറമിയാണെന്നുള്ളൊരു പാരമ്പര്യമുണ്ട്. നെബോമലയുടെ കീഴിൽ എവിടെയോ ഉള്ളൊരു ഗുഹയ്ക്കകത്ത് ആർക്കൊക്കെ ഉൾപ്പെടെ കാര്യങ്ങൾ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അത് പിന്നീട് വീണ്ടെടുക്കാനായിട്ട് പറ്റിയിട്ടില്ല. മിശിഹായ്ക്ക് മുമ്പായിട്ട് വന്നിട്ട് ജെറമിയ തന്നെ അത് ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്നൊക്കെ ഉള്ള ആ വിശ്വാസം, പാരമ്പര്യം യഹൂദർക്കിടയിലുണ്ട്. പലതിനകത്തും ഈ വീണ്ടെടുപ്പിൻ്റെ ഒരു സൂചനയായിട്ട് ജെറമിയ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. അതിന് ഏറ്റവും നല്ല ഉദാഹരണം 2 മക്കാബയർ 15-ാം അധ്യായം നമ്മൾ വായിക്കുന്ന കണക്ക് ഒരു സ്വർണ്ണ കൊണ്ടുണ്ടാക്കിയൊരു വാളൊക്കെ ഇങ്ങനെ ദർശനത്തിൽ വന്ന് കൊണ്ടുവന്ന് കൊടുക്കുന്നത് ഈ ജെറമിയ. എന്നിട്ട് പറഞ്ഞു, ഈ വാൾ കൊണ്ട് നിനക്കെല്ലാം വീണ്ടെടുക്കാൻ പറ്റും. പിന്നെ ആ പ്രവാചകൻ എന്ന് പറയുന്നത് എപ്പോഴും ആ വോയിസ് ഓഫ് ഗോഡ് എന്നർത്ഥം മാത്രമേ ഉള്ളൂ. ഇതൊക്കെ ക്രിസ്തുവുമായിട്ട് ബന്ധപ്പെട്ട് ശരിയാണ്. പക്ഷേ പ്രശ്നം ഇത്രയേ ഉള്ളൂ: ഇതെല്ലാം കൂടി കൂട്ടിച്ചേർത്താലും ക്രിസ്തു ഉണ്ടാവില്ല. ക്രിസ്തു അതിന് മീതെയാണ്. ഇതിലല്ല പോകുന്നൊക്കെ പറയുന്ന കണക്കാണ്. ഈ പറഞ്ഞ എല്ലാം കൂടി നമ്മൾ വെറുതെ ഒന്ന് കൂട്ടി നോക്കുക. യോഹന്നാൻ അധികം, ഏലിയ അധികം, ജെറമിയ അധികം, പ്രവാചകൻ സമം ക്രിസ്തുവാണ്. എതളല്ല പോവുക നിശ്ചയമായിട്ടും. അപ്പോൾ ക്രിസ്തു ഇതിനേക്കാൾ ആഴമുള്ളൊരു അനുഭവമാണ്. ക്രിസ്തുവിനെ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളുടെ പ്രതലങ്ങളിലൊക്കെ നിർത്തുമ്പോൾ നമ്മൾ കൂപ്പുകുത്തുന്ന ഒരു വലിയൊരു അപകടമുണ്ട്. അതിങ്ങനെ ഗുരുവും മിശിഹായും തമ്മിലുള്ള വ്യത്യാസം. ഗുരുക്കന്മാരെന്നൊക്കെ പറയുന്നത് നമ്മുടെ ഇങ്ങനെ ആ ബോധമണ്ഡലത്തെ നിശ്ചയമായിട്ട് പ്രകാശിപ്പിക്കുന്ന, പക്ഷേ അതിനപ്പുറത്തേക്കുള്ള ഒരു രക്ഷ എന്ന് പറയുന്ന ഒരു പ്രതീകം, ഒരു സങ്കല്പമൊക്കെ ബൈബിൾ വെച്ച് നീട്ടുന്നുണ്ട്. അതിന് നിശ്ചയമായിട്ടും ഈ ഗുരുക്കന്മാരുടെ ആ കഴിവുകളോ അവർ വെച്ച് നീട്ടുന്ന പ്രകാശവും മതിയാവില്ല. അതിന് വേറൊരു പ്രതലം ആവശ്യമുണ്ട്. അപ്പോൾ ആ പ്രതലത്തിൽ നിന്നുകൊണ്ട് ക്രിസ്തുവിനെ പലരും ഒരാളൊക്കെ ആയിട്ട് ഗണിക്കുന്ന ഒരു കൊച്ചു വർത്തമാനമാണ് ഈ ജനങ്ങളിൽ നിന്ന് നിശ്ചയമായിട്ടും അവിടുത്തെ ശിഷ്യന്മാർ ശേഖരിച്ചെടുത്തിരിക്കുന്നത്. പെട്ടെന്ന് ആ ചോദ്യം വളരെ ഷാർപ്പാകാൻ പോവുകയാണ്. ക്രിസ്തു കാര്യങ്ങളൊന്ന് ദിശ മാറ്റി വിടാൻ പോവുകയാണ്. ക്രിസ്തു ഇങ്ങനെ പറഞ്ഞു: ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത്. പക്ഷെ അവനുമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്നവരൊക്കെ നിശ്ചയമായിട്ടും ആ ചോദ്യത്തിന് ഉത്തരം കൊടുക്കേണ്ടതുണ്ട്. ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത്. അപ്പോൾ ആത്മാവിൽ പ്രചോദിതനായിട്ട് വലിയ ആദരവോടും വലിയ സ്നേഹത്തോടും കൂടി പത്രോസ് ഇങ്ങനെ വിളിച്ച് പറഞ്ഞു: നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാകുന്നു, നീ മിശിഹായാകുന്നു. ക്രിസ്തു അങ്ങനെ കൂട്ടിച്ചേർക്കുന്ന ഇങ്ങനെയാണ്: മാംസരക്തങ്ങളല്ല നിന്നിത് പറയിപ്പിച്ചത്, മറിച്ച് എൻ്റെ ദൈവത്തിൻ്റെ ആത്മാവാണ്. അപ്പോൾ അത് വളരെ വ്യക്തിപരമായ അനുഭവം. തൻ്റെ സാധകരിൽ നിന്ന് അവിടെ നിന്ന് ആവശ്യപ്പെടുന്ന ഈ വ്യക്തിപരമായ അനുഭവം, അല്ലാതെ ഒരു സെക്കൻഡ് ഹാൻഡ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത്
നിശ്ചയമായിട്ടും തൻ്റെ സാധകരിൽ നിന്ന് അവിടുന്ന് ആഗ്രഹിക്കുകയോ അല്ലെങ്കിൽ അത് ഉചിതമായിട്ട് ഗണിക്കുകയോ ചെയ്യുന്നില്ല. മടങ്ങിപ്പോയതിന് തൊട്ട് മുമ്പ് പോലും പീലാത്തോസ് അവിടത്തോട് ചോദിക്കുന്നുണ്ട്, നീ രാജാവാണോ? ക്രിസ്തു വളരെ കുറച്ച് കാര്യങ്ങൾക്ക് മാത്രമേ ഉത്തരം കൊടുത്തിട്ടുള്ളൂ. അവിടെ മാത്രം ക്രിസ്തു തിരികെ ചോദിക്കുന്നുണ്ട്, നീ ഇത് സ്വയമേ പറഞ്ഞതാണോ അതോ മറ്റുള്ളവർ നിന്നെക്കൊണ്ട് പറയിക്കുന്നോ? അപ്പം അങ്ങനൊരു വളരെ കൃത്യമായ ക്ലാരിറ്റി അവിടെ നമ്മളിന്ന് ആഗ്രഹിക്കുന്നുണ്ട്. നമ്മൾ അവിടത്തുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന കാര്യങ്ങൾ, പ്രാർത്ഥനയിൽ പറയുന്ന കാര്യങ്ങൾ, സങ്കീർത്തനങ്ങളിൽ പാടുന്ന കാര്യങ്ങൾ, കുഞ്ഞുമക്കളോട് പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ നിൻ്റെ ഇൻഫർമേഷൻ്റെ ഭാഗമാണോ അതോ ഈ ചങ്കിൽ നിന്ന് ആ മാംസരക്തങ്ങളുടെ പ്രചോദനത്തിലല്ലാതെ ആന്തരികമായ ഒന്ന്, ആത്മാവ് പ്രചോദിപ്പിച്ച ഒന്നാണെന്നുള്ള ആ വലിയ ഗൗരവമായൊരു അകലം താണ്ടുമ്പോഴാണ് ഈ ക്രിസ്മസ് വ്യക്തിപരമായ അനുഭവമായിട്ട് മാറുക. ഈ ചോദ്യമൊക്കെ ദിവസം ചോദിക്കുന്ന ആ പശ്ചാത്തലം കൂടി നമ്മളൊന്ന് ഓർമ്മിക്കുന്ന നല്ലതാണ്. കെസ്രയ ഫിലിപ്പിൽ വെച്ചാണ് നമ്മൾ സൂചിപ്പിച്ചു. അതിങ്ങനെ ഭയങ്കരമായ പൊമ്പസായ ഒരു ക്ഷേത്ര നഗരമാണ്. ഒരു 4 എന്ത് ചെയ്യുന്നുണ്ട് സംസ്കാരങ്ങളുടെ മതസങ്കല്പങ്ങളൊക്കെ ഈ പറയണ ആ പട്ടണവുമായിട്ട് ബന്ധപ്പെട്ട ബാൽദേവൻ്റെ ഒരു 15ഓളം ക്ഷേത്രങ്ങൾ. അത് സിറിയായുടെ ഒരു വർഷിപ്പ് രീതിയാണ് ബാൽദേവൻ. പിന്നെ ഗ്രീക്ക് മിത്തോളജിക്കകത്ത് ഈ പ്രകൃതിയുടെയൊക്കെ അതിനായിട്ട് കണക്കാക്കപ്പെടുന്ന പാൻ എന്ന് പറയുന്ന ദേവൻ്റെ ജന്മ ഇടമെന്നൊക്കെ പറയുന്നത് ഇതിൻ്റെ വസ്തുതോട് ചേർന്നുള്ള ഒന്നാണ്. യഹൂദർക്ക് ഏറ്റവും പ്രിയപ്പെട്ട തീർത്ഥമായ, ഏറ്റവും പുണ്യപ്പെട്ടതായിട്ട് കരുതുന്ന ആ ജോർദാൻ എന്ന് പറയുന്ന നദി, അതിൻ്റെ ഉറവ പൊട്ടുന്നത് ഈ പറയുന്ന താഴ്വരയിൽ നിന്നാണ്. അതിനേക്കാളൊക്കെ പ്രധാനമായിട്ട് തങ്ങളുടെ കാലത്തിന് വേണ്ടി അവർ കണ്ടെത്തിയ വേറൊരു ദൈവസങ്കല്പമുണ്ട്. അത് സീസർ തന്നെ, ഭരിക്കുന്ന സീസർ തന്നെ പെട്ടെന്ന് അങ്ങോട്ട് ദൈവമായിട്ട് മാറുകയും സീസറിന് വേണ്ടി ഉണ്ടാക്കിയ ഇങ്ങനെ നമുക്ക് സങ്കല്പിക്കാൻ പറ്റാത്ത വിധത്തിൽ ബൃഹത്തായ ഒരു ക്ഷേത്ര സമുച്ചയം ഈ പറഞ്ഞ ഈ ഇടത്തുള്ളുണ്ട്. അങ്ങനെ കുറേ അധികം പകിട്ടും വർണ്ണങ്ങളും വലിയ എടുപ്പുകളും കമാനങ്ങളും ഒക്കെ ഉള്ള ഒരു നഗരത്തിൽ വെച്ചുകൊണ്ട് അലഞ്ഞു കിടക്കണ നൊമാഡിക്കായ ഒരു തച്ചൻ ചോദിക്കുകയാണ്, ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത്? അത്തരം ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് നീ ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ മിശിഹാണെന്ന് പറയാനായിട്ട് നമ്മുടെ മാംസരക്തങ്ങൾ പോരാ, നമ്മുടെ അപ്രഹെൻഷൻസ് പോരാ, നമ്മുടെ ആ കണക്കൂട്ടലുകൾ പോരാ, നമ്മുടെ കാലത്തിൻ്റെ ധാരണകൾ പോരാ. അതിന് വേറെ എവിടെ നിന്ന് ചില പ്രചോദനം ലഭിക്കേണ്ടതുണ്ട്. ആ പ്രചോദനം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഏറ്റവും നല്ല ക്രിസ്മസ് ആശംസയെന്ന് ഞാൻ വിചാരിക്കുന്നു. തമോന്മുഖം ജീവിതം പ്രഭാമയം സന്നിധാനം.